റിനോവേഷൻ അഥവാ വീട് പുനർനിർമ്മാണത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഇന്ന് നമ്മോടൊപ്പമുള്ളത് സ്ട്രക്ചറൽ എഞ്ചിനീയർ, റിനോവേഷൻ എക്സ്പെർട്ട് ജാസിം ആനമങ്ങാടൻ സാറാണ്. നമസ്കാരം സർ. നമസ്കാരം. വീട് പുനർനിർമ്മാണം ചെയ്യുമ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? നമ്മളൊരു പുതിയ വീട് വെക്കുന്നതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടാണ് നമ്മളൊരു റിനോവേഷൻ ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു പുതിയ വീട് വെക്കുന്ന സമയത്ത് നമുക്കൊരു ഒഴിഞ്ഞ പ്ലോട്ടിൽ കുറേ സ്ഥലമുണ്ട്. നമ്മുടെ തോട്ട് പ്രോസസ്സ് ഏത് രീതിയിലും നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു റിനോവേഷൻ്റെ കേസ് ആണെങ്കിൽ വെൽ ഡിഫൈൻഡ് ആയിട്ട് ഉള്ള ചുമരുകളുണ്ട്, ഉള്ള തറയുണ്ട്. അതിൽ നിന്നുകൊണ്ട് പരമാവധി എഫക്റ്റീവായിട്ട് എങ്ങനെ ചെയ്യണം എന്നുള്ളതാണ്. നമുക്കറിയാം, സാധാരണ രീതിയിൽ പറയാറുണ്ട് ഒരു ഡോക്ടർക്ക് കൈപ്പിഴ പറ്റിയ ഒരാൾക്കാണത് എഫക്റ്റഡ് ആവുന്നത്. പക്ഷേ ഒരു എഞ്ചിനീയറെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു വലിയ ബിൽഡിംഗ്, ഒരു സ്കൂള്, അതല്ലെങ്കിൽ ഓഡിറ്റോറിയം ചെയ്യുന്ന സമയത്ത് ഒരു കൈപ്പിഴ പറ്റിക്കഴിഞ്ഞാൽ അത് ഒരുപാട് ആളുകളുടെ ലൈഫിനെ എഫക്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ കൃത്യമായിട്ട് അതിൻ്റെ ഒരു പ്രോപ്പർ പ്ലാനിങ്, അതേപോലെ തന്നെ പ്രോപ്പർ എഞ്ചിനീയറിംഗ് അവിടെ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. കാലത്തിനനുസരിച്ച് കോലം മാറുക എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മുടെ പേഴ്സണാലിറ്റിയിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ ഉൾപ്പെടുത്തുന്ന പോലെ തന്നെ നമ്മുടെ വീടുകളിലും നമുക്ക് പല മാറ്റങ്ങളും ചെയ്യേണ്ടതായിട്ട് തോന്നും. അത്തരം ഒരു ഘട്ടത്തിലാണ് നമ്മൾ പഴയ വീടുകളിൽ നിന്ന് പുതിയ വീടുകളിലേക്ക് പല മാറ്റങ്ങളും ആഡ് ചെയ്യുന്നത്. അത്തരം കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ഓക്കെ, നമ്മളൊരു റിനോവേഷനിലേക്ക് ഒരുങ്ങുമ്പോൾ പ്രധാനമായിട്ടും നമ്മൾ എന്തിനത് ചെയ്യുന്നത്? ഒന്നെങ്കിൽ ഇപ്പോൾ നമ്മളുടെ കാലത്തിനനുസരിച്ചിട്ടുള്ള മാറ്റം വേണം, നമ്മളുടെ വീടിൻ്റെ ഉള്ള മുഖച്ഛായ ഒന്ന് മാറ്റിയെടുക്കണം. അതല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള റൂമിൻ്റെ സൈസ് പോരാ, നമുക്ക് ഒന്നും കൂടെ ഒന്ന് വിശാലമായി കിട്ടണം, കൂടുതൽ സൗകര്യങ്ങൾ കൂടി കിട്ടണം. അതല്ലെങ്കിൽ പഴയ വീടുകളാണെങ്കിൽ ചുറ്റും ചുമരായിരിക്കും, അത് മാറ്റിയിട്ട് ഒരു ഓപ്പൺ കൺസെപ്റ്റിലേക്ക് നമുക്ക് എത്തിച്ചേരണം. ഇതൊന്നും അല്ലെങ്കിൽ നമുക്ക് ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ലൈറ്റിംഗ് അല്ലെങ്കിൽ ഒരു വെന്റിലേഷൻ സംവിധാനം ഇല്ല. പണ്ടത്തെ വീടുകൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് ചെറിയ ജനലുകളായിരിക്കും, അടച്ചുറപ്പ് കൂടുതലായിരിക്കും. അപ്പൊ അതിൽ നിന്നൊന്നും മാറ്റി അന്നത്തെ ബഡ്ജറ്റിനനുസരിച്ച് ചെയ്തതായിരിക്കും. അപ്പൊ ഇതിൽ നിന്നെല്ലാം മാറ്റം വരുന്ന സമയത്ത് ഇത് നമ്മൾ സാധാരണ പറയാറുണ്ട്, ഒരു എഞ്ചിനീയർക്ക്, ഒരു ഡോക്ടർക്ക് തെറ്റ് പറ്റിയാൽ ഒരാൾക്കാണ് പ്രയാസം ഉണ്ടാവാറുള്ളത്. പക്ഷെ ഒരു എഞ്ചിനീയർക്ക് തെറ്റ് പറ്റിയാൽ ആ ബിൽഡിങ്ങിൽ വരുന്ന അത്രയും ആളുകളുടെ ലൈഫ് എഫക്റ്റഡ് ആവും. അപ്പോൾ അത് പ്രോപ്പറായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മളൊരു പുതിയ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് സ്പേസ് ഉണ്ട്, ഓപ്പൺ ആണ്, എങ്ങനെ വേണമെങ്കിലും പ്ലാൻ ചെയ്യാം. പക്ഷെ ഒരു റിനോവേഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്ലാനിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഉള്ള സ്ഥലത്ത് നിന്നുകൊണ്ട്, ഉള്ള പരിമിതിയിൽ നിന്നുകൊണ്ട് അവരുടെ റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യുന്ന തരത്തിൽ, എന്നാൽ അതിൽ ഒരു കോംപ്രമൈസ്, അതിൻ്റെ യൂട്ടിലിറ്റിയിൽ, അതിൻ്റെ ഉപയോഗത്തിൽ ഒരു കോംപ്രമൈസും ചെയ്യാതെ ഏറ്റവും നല്ല രീതിയിൽ ചെയ്യുക എന്നുള്ളതാണ് റിനോവേഷനിൽ ആദ്യമായിട്ട് അതിൻ്റെ പ്ലാനിങ് സ്റ്റേജിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. നമ്മുടെ പഴയ പല വീടുകൾക്കും ബെൽറ്റുകളോ മറ്റു കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരിക്കില്ല. അപ്പൊ അത് പുതിയതായിട്ട് നമ്മൾ എന്തെങ്കിലും ആഡ് ചെയ്യുന്ന സമയത്ത് ഈ ബെൽറ്റുകൾ ഇല്ലായ്മ എന്തെങ്കിലും ദോഷമാവാറുണ്ട്? അതായത് നമ്മളുടെ നാട്ടിലെ വീടുകൾക്ക് ബെൽറ്റ് വളരെ കോമൺ ആയിട്ട് വന്ന് ഈ ഒരു റീസെന്റ് ഒരു 10 വർഷത്തിന്റെ ഉള്ളിലായിട്ടുള്ള സ്ട്രക്ചറുകൾക്കാണ്. ഇപ്പൊ ചെയ്യുന്ന എല്ലാ വീടുകൾക്കും നമ്മൾ ബെൽറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഒരു ലെറ്റ്സ് ഒരു 15 വർഷം അല്ലെങ്കിൽ ഒരു 20 വർഷം മുന്നേ ഉള്ള വീട് നമ്മൾ റിനോവേറ്റ് ചെയ്യുകയാണെങ്കിൽ പല ആളുകൾക്കുള്ള സംശയമാണ്, ഇതിന്റെ ഫൗണ്ടേഷൻ അത്ര സ്ട്രോങ് ആണോ, അത് ബെൽറ്റ് ഇല്ലാത്തത് കാരണം ഇനി ഇരുത്തത്തിന് സാധ്യത ഉണ്ടോ എന്നുള്ളത്. നല്ലൊരു ചോദ്യമാണ്. അത് കൃത്യമായിട്ട് നമ്മൾ സൈറ്റിൽ പോകുന്ന സമയത്ത് നമ്മൾ അസസ് ചെയ്യേണ്ടതാണ്. ഇതിൽ ഏകദേശം എത്ര ലോഡ് വരും, ഇതിനുള്ള സംവിധാനങ്ങൾ. പലപ്പോഴും എന്താണെന്ന് വെച്ചാൽ പഴയ വീടാണെങ്കിലും അത് ചെയ്തിട്ടുള്ള ആളുകൾ നമ്മുടെ കൂടെ ഉണ്ടാവും. ഇപ്പോൾ വീട്ടിൽ മുതിർന്നിട്ടുള്ള ആളുകൾ ഉണ്ടാവും, അവർ പറയും ഇന്ന രീതിയിലാണ് ഫൗണ്ടേഷൻ ചെയ്തിട്ടുള്ളതെന്ന് പറയും. എന്നാൽ കൂടെ നമ്മൾ അതൊന്ന് ക്രോസ് വെരിഫൈ ചെയ്യണം. പറയുമ്പോൾ ഇപ്പോൾ എല്ലാവരും നമ്മൾ നല്ല രീതിയിൽ ഫൗണ്ടേഷൻ ചെയ്തിട്ടുണ്ടെന്ന് ആളുകൾ പറയാറുണ്ടെങ്കിലും അതൊന്ന് ക്രോസ് വെരിഫൈ ചെയ്യണം. അതേപോലെ തന്നെ ചിലപ്പോൾ പഴയ വീടാണെങ്കിലും ബെൽറ്റ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ അതുപോലെ ഈ ഫൗണ്ടേഷൻ ഇനിയിപ്പോൾ ഒരു ഉറപ്പ് കുറവ് നമുക്ക് തോന്നുന്നുണ്ട് എന്നാണെങ്കിൽ മുകളിൽ ഉപയോഗിക്കുന്നത് നമ്മളുടെ നോർമൽ വെയിറ്റ് ഉള്ള കട്ടക്ക് പകരം നമുക്ക് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ബ്ലോക്സ് വരുന്നുണ്ട്, അതല്ലെങ്കിൽ പാർട്ടീഷൻ പാനൽസ് വരുന്നുണ്ട്. ഇത്തരത്തിലുള്ള ആൾട്ടർനേറ്റീവ് സംവിധാനങ്ങൾ നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. അപ്പോൾ കൃത്യമായിട്ട് നോക്കേണ്ട നല്ലൊരു ചോദ്യമായിരുന്നു അത്. കാരണം എന്താ വെച്ചാൽ ഓവർലോഡ് വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ സ്ട്രക്ചറിൽ ഒരു ഇരുത്തം വന്നാൽ അത് പ്രയാസം ഉണ്ടാക്കും. അപ്പോൾ അത്തരത്തിൽ നമ്മളത് കൃത്യമായിട്ട് അസസ് ചെയ്യും. എങ്ങനെയാണ്, ഇവിടെ ബെൽറ്റ് ഉണ്ടോ, ബെൽറ്റ് ഇല്ല എങ്കിൽ എന്ത് ടൈപ്പ് ഓഫ് സോയിലാണ് ഇവിടെ ഉള്ളത്, ഉറപ്പുള്ളതാണോ, ലോഡ് എടുക്കുകയാണോ എന്നുള്ളത് നോക്കിയിട്ടാണ് ചെയ്യാറുള്ളത്. അതുപോലെ തന്നെ ഒരു കാര്യമാണ്, നമ്മൾ പല ഇപ്പോൾ റൂംസ് ഒക്കെ ജോയിൻ ചെയ്തു വരുന്ന സമയത്ത് ക്രാക്കുകൾ നമ്മൾ സാധാരണയായിട്ട് കാണാറുണ്ട്. അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? ആക്ച്വലി ഇത് സാധാരണ വരാറുള്ളത്, ഇപ്പം നമ്മൾ ഈ ഒരു റൂം എടുക്കുകയാണ്, ഈ റൂമിലേക്ക് നമ്മളൊരു പുതിയ ചുമര് ചെയ്യുമ്പോൾ ഈ ചുമര് ആ ചുമരിലേക്ക് കൊണ്ടുപോയി ജോയിൻ ചെയ്യുന്ന സമയത്ത് തമ്മിൽ ഒരു ഇന്റർലോക്കിംഗ് ആക്ഷൻ ഇല്ലാത്തത് കാരണമാണ് ഇവിടെ ഒരു ഇരുത്തം അല്ലെങ്കിൽ ഒരു സെറ്റിൽമെന്റ് വരുമ്പോൾ ചുമരിൽ ക്രാക്സ് ഫോം ചെയ്യുന്നത്. ഇത് ഒഴിവാക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, എവിടെയെല്ലാം നമ്മൾ ചുമരും ജോയിന്റ് വരുന്നുണ്ടോ അവിടെ എല്ലാം കറക്റ്റ് ഇന്റർലോക്കിംഗ് കിട്ടുന്ന രീതിയിൽ ഈ എക്സിസ്റ്റിംഗ് ചുമരിനെ കട്ട് ചെയ്തിട്ട് അതിലേക്ക് ക്രോസ് പിടുത്തം കിട്ടുന്ന രീതിയിൽ ചെയ്യണം. ഇനി അത് ചിലപ്പോൾ പടവിൽ നമ്മൾ കല്ലും ക്രോസ് ലിങ്ക് ചെയ്യുന്നതിന് നമുക്ക് പരിമിതികൾ ഉണ്ടാവാം. അത്തരം സാഹചര്യത്തിൽ കോൺക്രീറ്റിൽ തന്നെ ചെറിയ
ചെറിയ ബീം പോലെ 2 ചുമരിലേക്കും പിടുത്തം കിട്ടുന്ന രീതിയിൽ നമ്മൾ കോൺക്രീറ്റിൽ പാക്കിംഗ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ക്രാക്കിൻ്റെ സാധ്യതകൾ പരമാവധി ഒരു 90% വരെ ഒഴിവാക്കാൻ സാധിക്കും. അതേപോലെ തന്നെ ഇതിലേക്ക് അഡീഷണൽ ആയിട്ട് ഒരു ബീം കൊടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഈ 2 ചുമരിൻ്റെ ഇടയിൽ നമ്മളൊരു ചുമര് പുതുതായിട്ട് കൊടുക്കുകയാണെങ്കിൽ അതിലേക്ക് 2 ചുമരിലും കണക്ട് ചെയ്യുന്ന രീതിയിൽ ഒരു ബീം കൊടുക്കുകയാണെങ്കിൽ ഇത് താഴേക്ക് പോയിട്ടുണ്ടാകുന്ന സെറ്റിൽമെൻറ്റ് കാരണങ്ങൾ അത്തരത്തിലുള്ള ക്രാക്കുകൾ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. ഇപ്പൊ നമ്മളൊരു ചെറിയ റൂം വലുതാക്കി വലിയൊരു റൂമാക്കി മാറ്റാണ്. അപ്പൊ ആ സമയത്ത് നമ്മൾ സ്ലാബ് കൊടുക്കേണ്ടി വരുമല്ലോ. ആ സമയത്ത് ലീക്കേജിനുള്ള സാധ്യത ഇല്ലേ? യെസ്, അതായത് നമ്മളുടെ പഴയ വീടിന്റെ പഴയ ഉള്ള ഒരു സ്ലാബിലേക്ക് നമ്മൾ പുതിയൊരു പോർഷൻ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആ സമയത്ത് നമ്മൾ പഴയ സ്ലാബും പുതിയ സ്ലാബും വരുന്ന ജോയിന്റ് ഹൈലി ക്രിട്ടിക്കലാണ്. അവിടെ ലീക്ക് പ്രൂഫിങ് അല്ലെങ്കിൽ ലീക്കിനുള്ള സാധ്യത നല്ലോണം ഉണ്ട്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെസിഫിക് പ്രോഡക്ട്സ് ഉണ്ട്, കെമിക്കൽസ് ഉണ്ട്. പഴയ കോൺക്രീറ്റും പുതിയ കോൺക്രീറ്റും തമ്മിൽ ബൈൻഡിങ് കിട്ടുന്ന രീതിയിലുള്ള കെമിക്കൽസ് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഫോസ്റോക്ക്, സിക്ക പോലുള്ള കമ്പനികളുടെ കെമിക്കൽസ് ഇവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് പഴയതും പുതിയതും നന്നായിട്ട് പിടുത്തം കിട്ടും. അതിനുശേഷം ഇതെല്ലാം കഴിഞ്ഞ ശേഷം ഒരു വാട്ടർ പ്രൂഫിംഗ് പ്രൊട്ടക്ഷൻ കോട്ടും കൂടെ കൊടുക്കുകയാണെങ്കിൽ ഇത് നമുക്ക് തടയാൻ സാധിക്കും. ഒരു റിനോവേഷൻ്റെ ഒരു എൻക്വയറി സാറിന് എത്തുകയാണെങ്കിൽ സാർ എന്തെല്ലാം പ്രോസസ്സുകളിലൂടെയാണ് അതിലേക്ക് കടക്കുന്നത്? ഇപ്പോൾ സപ്പോസ് നിങ്ങളുടെ വീടാണെന്ന് വിചാരിക്കുക. അത്തരത്തിലൊരു വീട് നിർമ്മാണം നമുക്ക് അല്ലെങ്കിൽ പുനർനിർമ്മാണം നമുക്ക് ചെയ്യണമെങ്കിൽ ആദ്യം തന്നെ നമ്മൾ ആ സൈറ്റ് ഒന്ന് വിസിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യാനുള്ളത്. ആ സൈറ്റ് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ എക്സാക്റ്റ് എത്ര വർഷം പഴക്കമുണ്ട്, ഇതിൽ എന്തെല്ലാം ചേഞ്ചസ് ആണ് ഇവർ എക്സ്പെക്ട് ചെയ്യുന്നത്. ചിലപ്പോൾ പല ആളുകൾക്കും റൂം സൈസ് മാത്രം വലുതായാൽ മതിയാവും, ചില ആളുകൾക്ക് റൂം സൈസ് വലുതാവണം, അതേപോലെ തന്നെ ഓവറോൾ ഫെസിലിറ്റീസ് വലുതാവണം, റൂമിൻ്റെ എണ്ണം കൂടണം, അതിൻ്റെ കാഴ്ചയിലുള്ള ഭംഗി മാറ്റണം, ഇങ്ങനെ ഒരുപാട് റിക്വയർമെൻറ്റ്സ് ഉണ്ടാവും. ഇത് കംപ്ലീറ്റ് ആയിട്ട് കേട്ടിട്ട് ആദ്യം നമ്മൾ ചെയ്യുന്നത് അവിടുത്തെ ഒരു കോസ്റ്റ് ബെനിഫിറ്റ് റേഷ്യോ എന്ന് പറയും. നമ്മൾ ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു പൈസയും അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റും, ഇത് രണ്ടും കമ്പയർ ചെയ്തിട്ട് മാത്രമേ നമ്മളിത് ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുള്ളൂ. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഒരുപാട് ലക്ഷങ്ങൾ ചിലവാക്കിയിട്ട് പിന്നെ നമുക്ക് അൾട്ടിമേറ്റ്ലി കിട്ടുന്നത് ഈ ഒരു പഴയ വീട് തന്നെയാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് അതിൽ അത്രയും ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുന്നതാണ് ബുദ്ധി. അപ്പോൾ ആദ്യം നമ്മൾ അതിൻ്റെ ഒരു ഫീസിബിലിറ്റി അസസ്മെൻറ്റ്, ഇത് ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണദോഷങ്ങൾ നമ്മൾ പഠിച്ചിട്ട് ഇത് വേണോ വേണ്ടേ എന്നുള്ള ഒരു തീരുമാനം എടുക്കുക എന്നുള്ളതാണ്. ഇത് ചെയ്യാനായിട്ട് നമ്മൾ സൈറ്റ് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് എക്സിസ്റ്റിംഗ് കണ്ടീഷൻ വരച്ചെടുക്കും. ഇപ്പോൾ ഒരു വീടാണെങ്കിൽ ആ വീടിൻ്റെ ഇപ്പോൾ ഉള്ള ചുമരുകൾ കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് വരഞ്ഞെടുത്ത ശേഷം അവരുടെ റിക്വയർമെൻറ്റ് എന്താണെന്ന് പ്രോപ്പറായിട്ട് കേൾക്കും. എന്തെല്ലാം കാര്യങ്ങളാണ് ഇതിൽ ചെയ്യേണ്ടത്, എന്തെല്ലാം മാറ്റത്തിരുത്തലുകളാണ് ഇതിൽ വേണ്ടത് എന്നുള്ളത്, എന്തെല്ലാം മാറ്റത്തിരുത്തലുകളാണ് ഇതിൽ വേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് കേട്ട് മനസ്സിലാക്കിയ ശേഷം നമ്മൾ അതിലെ ഡീറ്റെയിൽഡ് പ്ലാനിങ് ചെയ്യും. ഓപ്ഷൻ ABC എന്ന് പറഞ്ഞിട്ട് വ്യത്യസ്തങ്ങളായ ഓപ്ഷൻസിൽ ഈ ഒരു ഉള്ള വീടിൽ നിന്നുകൊണ്ട് അതിൻ്റെ പരമാവധി പരിമിതികളിൽ നിന്നുകൊണ്ട്, എന്നാൽ ഇതൊരു റിനോവേഷൻ ചെയ്തത് കാരണം ഒരു പരിമിതിയും വരാത്ത രീതിയിൽ ഏറ്റവും നന്നായിട്ടുള്ള ഫങ്ഷണൽ പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഫീസിബിലിറ്റി സ്റ്റഡി കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യുന്നത്. അപ്പം അത് ചെയ്യുന്നതോടുകൂടെ നമുക്ക് ഏകദേശം ക്ലയൻറ്റുമായിട്ട് കറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അവരുടെ ആവശ്യങ്ങൾ നിറവേറിയിട്ടുണ്ടോ എന്നുള്ളത് നമുക്കറിയാൻ പറ്റും. വൺസ് ഈ ഒരു സ്റ്റേജ് ഓക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽഡ് അസസ്മെൻ്റ് ആണ്. അതായത് നമുക്കറിയാം, ഇപ്പോൾ ഒരു ഡോക്ടർ ഒരു ഓപ്പറേഷൻ ചെയ്യുകയാണെങ്കിൽ ഒരു ജീവനുള്ള ഒരാളിലാണ് ഈ ഓപ്പറേഷൻ ചെയ്യുന്നത്. ഇതേപോലെ തന്നെ ഒരു ജീവനുള്ള ബിൽഡിങ്ങിൽ നമ്മൾ ഇതിൻ്റെ ഒരു കൊളാപ്സും ഒരു സ്ട്രക്ചറൽ ഇഷ്യൂസും വരാത്ത രീതിയിൽ പ്രോപ്പറായിട്ട് ഡിസൈൻ ചെയ്യും. ഇവിടെ ഈ ഒരു ചുമര് മാറണമെങ്കിൽ ഇവിടെ അഡീഷണലി ഒരു ബീം കൊടുക്കണം, അതേപോലെ തന്നെ ഒരു സപ്പോർട്ടിങ് മെമ്പർ കൊടുക്കണം. ഈ സ്ലാബും വന്ന് ജോയിൻ്റ് ആവുന്ന രീതിയിൽ ലീക്ക് വരാത്ത രീതിയിൽ അതിൽ ചെയ്യണം. ചിലപ്പോൾ 4 റൂമുകളുടെ ഇടയിൽ നിൽക്കുന്ന ഒരു പില്ലർ ഉണ്ടാവും. ആ പില്ലർ അവിടെ വന്നു കഴിഞ്ഞാൽ തടസ്സം വരുന്നുണ്ട് എന്നാണെങ്കിൽ ആ പില്ലർ എങ്ങനെ റിമൂവ് ചെയ്യാം, അതിന് അഡീഷണൽ ബീം കൊടുത്തിട്ട് അവിടെ വരുന്ന ലോഡുകൾ ബൈപ്പാസ് ചെയ്തിട്ട് നമുക്ക് ഇതിലൂടെ ഇതിൻ്റെ ഒരു പ്രോപ്പർ ഉപയോഗത്തിലേക്ക് കൊണ്ടുവരുന്ന രീതിയിലും അതിനെ സ്ട്രക്ചറൽ ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും ആദ്യത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പ്രിലിമിനറി ഫീസിബിലിറ്റി സ്റ്റഡി ചെയ്യണോ വേണ്ടയോ എന്നുള്ളത്. രണ്ടാമത്തത് അതിൻ്റെ പ്ലാനിങ് സ്റ്റേജ്. മൂന്നാമത്തത് അതിൻ്റെ സ്ട്രക്ചറൽ ഡിസൈൻ ഫേസ് ആണ്. ഇത് കഴിഞ്ഞാൽ വരുന്നത് അതിൻ്റെ ബഡ്ജറ്റിംഗ് എന്നുള്ളതാണ്. നമ്മുടെ പ്ലാനായി ഈ പ്ലാനിലേക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ നമുക്ക് ഏകദേശം എന്ത് ബഡ്ജറ്റ്, എത്ര ലക്ഷം രൂപ വരും എന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വർക്കൗട്ട് ചെയ്യും. എന്നിട്ട് അത് ക്ലയൻറ്റുമായിട്ട് ഡിസ്കസ് ചെയ്യും. ചിലപ്പോൾ നിങ്ങളിപ്പോൾ വീട് പണിക്ക് ഒരുങ്ങുമ്പോൾ നിങ്ങൾക്ക് 10 ലക്ഷമാണ് നിങ്ങളുടെ ബഡ്ജറ്റ്, ഈ പ്ലാൻ പ്രകാരം ചെയ്തു വരുമ്പോൾ ഒരു 15 ലക്ഷം ഉണ്ടെങ്കിൽ അതിലേക്ക് നമുക്ക് ചെയ്യാൻ കഴിയുമോ എന്നുള്ളത് മ്യൂച്വലി ഡിസ്കസ് ചെയ്യും. അല്ല അത്ര വേണ്ട എന്നാണെങ്കിൽ നമ്മുടെ പ്ലാൻ B, നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത പ്ലാനിലെ മറ്റ് പ്ലാനിലേക്ക് നമ്മൾ പോവുക എന്നുള്ളതാണ് ചെയ്യാറുള്ളത്. ഇനി ഈ ഒരു ബഡ്ജറ്റിംഗ് കഴിഞ്ഞാൽ നമ്മൾ മ്യൂച്വലി ഡിസ്കസ് ചെയ്ത് ഇത്ര ലക്ഷം രൂപ വരും എന്നുള്ളതിൻ്റെ ഒരു കോസ്റ്റ് അസസ്മെൻറ്റ് നടത്തി ഓക്കെ നമുക്ക് പ്രൊസീഡ് ചെയ്യാം എന്നാണെങ്കിൽ നെക്സ്റ്റ് നമ്മുടെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ എക്സിക്യൂഷൻ്റെ ഒരു പ്ലാനിങ് ആണ്.
കറക്റ്റായിട്ട് ഷെഡ്യൂൾ ചെയ്യണം. കാരണം എന്താ വെച്ചാൽ ഒരു പുതിയ വർക്ക് തുടങ്ങുകയാണെങ്കിൽ ആദ്യം അതിൻ്റെ എക്സ്കവേഷൻ, പിന്നെ തറയിടുന്നു, പിന്നെ അതിൻ്റെ മുകളിൽ ബെൽറ്റ് ചെയ്യുന്നു, പടവ് വരുന്നു എന്നുള്ള. പക്ഷെ ഒരു റിനോവേഷൻ ആവുമ്പോൾ അവിടെയുള്ള എക്സിസ്റ്റിംഗ് സർവീസസ് ഉണ്ടാവും. ഉദാഹരണം പറഞ്ഞാൽ ഈ ലൈനിൽ കറണ്ട് വരുന്നുണ്ടാവും, അത് നമുക്ക് ഡിസ്കണക്ട് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ അതിലൂടെ ഒരു പ്ലംബിംഗ് ലൈന് പോകുന്നുണ്ടാവും. അപ്പോൾ ബാക്കിയുള്ള വീടിൻ്റെ ഭാഗങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഈ ഒരു പ്ലംബിംഗ് ലൈൻ ഇവിടെ കട്ടായി കഴിഞ്ഞാൽ മൊത്തം ഡിസ്റ്റർബ്ഡ് ആയി പോകാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ സർവീസസ് പ്ലംബിംഗ്, ഇലക്ട്രിക്കലാണ് ആദ്യം ഇതിൽ നിന്ന് ഡിസ്കണക്ട് ചെയ്യേണ്ടത്. എന്നിട്ട് പാരലലി നമ്മുടെ വർക്കിന് വേണ്ട സംബന്ധമായ ലൈറ്റിംഗ് പോയിന്റ്സ് നമ്മൾ അഡീഷണൽ ആയിട്ട് കാണുകയാണ് ചെയ്യാറുള്ളത്. ഈ ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് ഇമ്മീഡിയറ്റ് വരുന്നത് ഡിമോളിഷൻ, അതേപോലെ തന്നെ ന്യൂ കൺസ്ട്രക്ഷൻ. ഉദാഹരണത്തിന് ഇപ്പോൾ ഇവിടെ ഒരു ചുമര് വരണമെങ്കിൽ ഈ മുകളിലെ സ്ലാബ് ഇത്രയും ഭാഗം കട്ട് ചെയ്ത് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫൗണ്ടേഷൻ പാർട്ടാണ് നമ്മൾ ആദ്യം ചെയ്യുക. അങ്ങനെ വരുമ്പോൾ ഈ ഫൗണ്ടേഷൻ പാർട്ട് കഴിഞ്ഞിട്ട് ഈ ചുമര് എത്താനാവുമ്പോഴേക്കും മതി ഈ ഡിമോളിഷൻ ചെയ്യേണ്ടത്. അപ്പോൾ അതൊന്ന് സിസ്റ്റമാറ്റിക് ആയിട്ട് ഓർഗനൈസ് ചെയ്യുക, ഒന്ന് കോർഡിനേറ്റ് ചെയ്യുക. ഓരോ സ്റ്റേജ് കഴിഞ്ഞിട്ടാണ് അടുത്ത സ്റ്റേജ് ചെയ്യേണ്ടത്. ഇങ്ങനെ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ പുറത്തൊരു ചുമര് കെട്ടി ഉണ്ടാക്കണമെങ്കിൽ ആ ചുമര് കെട്ടുന്നതിൻ്റെ മുന്നേ ഈ ഡിമോളിഷൻ കഴിഞ്ഞാലാണ് ഈ ഡിമോളിഷൻ വേസ്റ്റ് കാര്യങ്ങൾ നമുക്ക് പുറത്തേക്ക് കൊണ്ടുപോകാൻ കൺവീനിയൻ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ അത്തരത്തിൽ നമ്മുടെ ബഡ്ജറ്റിംഗ് കഴിഞ്ഞാൽ എക്സിക്യൂഷനിലേക്ക് വരുന്നതിൻ്റെ മുന്നേ സിസ്റ്റമാറ്റിക് ആയിട്ട് അതിനൊന്ന് ഷെഡ്യൂൾ ചെയ്തിട്ട് വേണം നമ്മൾ ഈ വർക്ക് എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പലപ്പോഴും നമുക്കറിയാം വീട് പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുന്നതാണ്. കാരണം ഇതൊന്ന് കഴിഞ്ഞിട്ട് വേണം എന്നുള്ളത്. അത് ഇപ്പം നിൽക്കുന്ന വീട്ടിലും കൂടെ ആണെങ്കിൽ അത് ഇതിലേറെ പ്രയാസം ഉണ്ടാക്കും. ഡെയിലി പൊടിയും ചെളിയും ക്ലീനിങ്ങും ആയിട്ട് വരുന്നത്. എൻ്റെ ഒരു റെക്കമെൻഡേഷൻ എന്ന് പറഞ്ഞാൽ പരമാവധി നിങ്ങൾക്ക് കഴിയുമെങ്കിൽ റിനോവേഷൻ നടക്കുമ്പോൾ നിങ്ങൾ അവിടുന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു വാടക ഒരു 5000-6000 രൂപ അഡീഷണൽ വരുന്നുണ്ടാവാം. പക്ഷേ നിങ്ങളുടെ ഹെൽത്ത് പരമായിട്ടും നിങ്ങളുടെ മാനസികപരമായിട്ടും നിങ്ങളുടെ സൗണ്ട് ഡിസ്ട്രാക്ഷൻസ്, ഒബ്സ്ട്രക്ഷൻസ് ഇങ്ങനെയൊക്കെ ആലോചിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് സ്വസ്ഥത കിട്ടുക കുറച്ചും കൂടെ വേറൊരു താമസം മാറുകയാണെങ്കിൽ അത് തന്നെ ആയിരിക്കും. അത്തരത്തിൽ നമ്മൾ സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് ഇലക്ട്രിക്കൽ ചെയ്യുന്നു. അതിന് ശേഷം നമ്മളുടെ ഡിമോളിഷൻ ചെയ്യാനുള്ള ഏരിയാസ് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നു. പുതിയ കൺസ്ട്രക്ഷന് വേണ്ട ഫൗണ്ടേഷൻ കാര്യങ്ങൾ ചെയ്യുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ, നേരത്തെ പറഞ്ഞ പോലെ പഴയ കൺസ്ട്രക്ഷനും പുതിയ കൺസ്ട്രക്ഷനും വരുന്നിടത്ത്, ചുമരും വരുന്നിടത്ത് കറക്റ്റ് ഇൻ്റർലോക്കിംഗ് കിട്ടുന്ന രീതിയിലും പഴയ കോൺക്രീറ്റും പുതിയ കോൺക്രീറ്റും വരുന്ന സ്ഥലങ്ങളിൽ കറക്റ്റായിട്ട് ബോണ്ടിങ് ഏജൻറ്റ് അഥവാ കെമിക്കൽസ് അപ്ലൈ ചെയ്തുകൊണ്ട് പഴയതും പുതിയതും തമ്മിൽ നല്ല പിടുത്തം കിട്ടുന്ന രീതിയിലും അതിൻ്റെ മുകളിൽ ആവശ്യമുള്ള സ്ഥലങ്ങളിൽ വാട്ടർ പ്രൂഫിങ് ചെയ്തിട്ടുമാണ് ഇത് ചെയ്യേണ്ടത്. ഇത്തരത്തിലാണ് നമ്മൾ ജനറലി ഒരു വർക്കിനെ അഡ്രസ്സ് ചെയ്യാറുള്ളത്. അതോടൊപ്പം നമ്മളുടെ ഡിസൈൻസ് വരുമ്പോൾ അത് ഇൻറ്റീരിയർ ഡിസൈൻ ആവട്ടെ, എക്സ്റ്റീരിയർ ഡിസൈൻ ആവട്ടെ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോലുള്ള ന്യൂജൻ ടൂൾസ് ഉപയോഗിച്ചുകൊണ്ട് ഇത് ചെയ്ത് കഴിയുമ്പോൾ ഏത് രീതിയിൽ വരും എന്നുള്ളത് കറക്റ്റായിട്ട് നമ്മളുടെ ഡിസൈൻ ഫേസിൽ തന്നെ കൃത്യമായിട്ട് നമ്മളുടെ ക്ലയൻറ്റിന് കറക്റ്റ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു വർക്ക് എക്സിക്യൂഷൻ അഡ്രസ്സ് ചെയ്യാറുള്ളത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സാർ പറഞ്ഞത്. കാരണം നമ്മൾ അവിടെ നിൽക്കുന്ന സമയത്ത് നമ്മൾ വൈകുന്നേരങ്ങളിൽ അത് ക്ലീൻ ചെയ്യാനായിരിക്കും കൂടുതലായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. പക്ഷേ ആ സമയത്ത് നമ്മളൊന്ന് മാറി നിന്നിട്ട് ആ കാര്യങ്ങളെല്ലാം ഒന്ന് കണ്ട് മനസ്സിലാക്കി എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താൻ, സജഷൻസ് കൊടുക്കാനൊക്കെ നമ്മളുടെ ഒരു സാമീപ്യം മാത്രം അവിടെ മതി. ആ സമയത്ത് നമ്മളൊന്ന് മാറി നിൽക്കുകയാണെങ്കിൽ നമ്മൾ മെൻ്റലി കുറച്ചുകൂടെ ഫ്രീ ആയിരിക്കും. നമ്മൾ അതിൽ ചെയ്യേണ്ട അല്ലെങ്കിൽ ആഡ് ഓൺ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ടൊന്ന് ചിന്തിക്കാനും അതൊന്ന് എക്സിക്യൂട്ട് ചെയ്യാനും നമുക്ക് നന്നായിട്ട് സാധിക്കും. നിങ്ങളുടെ വീടുകൾക്ക് പുതിയൊരു മുഖച്ഛായ കൊണ്ടുവരാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഒരു എക്സ്പേർട്ട് എഞ്ചിനീയറുടെ സേവനം ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് താഴെ പറയുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പുതിയ മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടും വരെ നന്ദി.